ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് വിനീഷ് എന്നാണ്. ഇത് എൻ്റെ നിങ്ങൾക്കുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസ് അനുസരിച്ച് ഗ്യാസ് കട്ടിങ് ചെയ്യുന്നതും അതുപോലെ ഗ്യാസ് കട്ടിങ് ചെയ്യുമ്പോൾ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിഫക്റ്റുകൾ, അതുപോലെ ഗ്യാസ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗ്യാസ് കട്ടിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്യൂവലായിട്ടുള്ള ഗ്യാസിന്റെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യാണ്, മെറ്റലിനെ ഫ്യൂസ് ചെയ്തുകൊണ്ട് മെറ്റലിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടല്ല, മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 രീതിയിലുള്ള കട്ടിങ്ങിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ മെക്കാനിക്കൽ സബ്ജക്റ്റുകൾ പഠിക്കുന്ന ആളുകൾക്ക് അറിയാം, അബ്രഷൻ, ഫ്യൂഷൻ, ഇൻസിഷൻ തുടങ്ങിയവയാണ് ഇതിലെ പ്രധാനപ്പെട്ട കട്ടിങ് പ്രൊസീജിയറുകൾ. ഇപ്പൊ ഗ്യാസ് കട്ടിങ് എന്നുള്ളത് ഇതിൽ 3ലും പെടാത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കട്ടിങ് ആണ്. അപ്പോ ഈ ഗ്യാസ് കട്ടിങ്ങിന് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അസറ്റിലിൻ ഗ്യാസ് ആണ്. അസറ്റിലിൻ ഗ്യാസ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഓക്സി അസറ്റിലിൻ ഫ്ലെയിമുകൾക്കാണ്. ഏകദേശം 3100 ഡിഗ്രി മുതൽ 3300 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രിഫറബിളി അസറ്റിലിൻ ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. അപ്പൊ ഗ്യാസ് കട്ടിങ്ങിൽ നമ്മൾ ഇന്ന് നോക്കുന്നത്, ഗ്യാസ് കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ് കട്ടിങ് എങ്ങനെ സംഭവിക്കുന്നു. നമുക്കറിയാം, ഗ്യാസ് കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസറ്റിലിൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, ഓക്സി അസറ്റിലിൻ ഫ്ലെയിം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഗ്യാസ് കട്ടിങ് എന്നുള്ള പ്രോസസ്സ് എങ്ങനെ സംഭവിക്കുന്നു, അതുപോലെ സാധാരണയായിട്ട് കാണുന്ന കോമൺ ആയിട്ടുള്ള ഫോൾട്ടുകൾ ഈ ഗ്യാസ് കട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമല്ലാത്ത രീതിയിൽ, അതായത് ഇൻഎക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അതിന്റെ കർഫിനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. കർഫ് മീൻസ് ആ കട്ട് ചെയ്യുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ കർഫ് എന്ന് പറയുന്നത്. ആ കർഫ് ചെറുതായിട്ട് റൗണ്ട് ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് അല്ലെങ്കിൽ ബിവലായിട്ടുള്ള എഡ്ജ് അങ്ങനെയൊക്കെ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ഡിഫക്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കർഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യണം, കോമൺ ആയിട്ടുള്ള ഫോൾട്ടുകളെ എങ്ങനെ അവോയ്ഡ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ്. വളരെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഗ്യാസ് കട്ടിങ്ങിന്റെ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ ഗ്യാസ് കട്ടിങ്ങിന്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ എന്നുള്ള ഒരു പ്രോസസ്സാണ് ഗ്യാസ് കട്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ഓക്സിഡേഷൻ? ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഓക്സിഡേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞാൻ തന്നെ പറയാം. ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് സബ്സ്റ്റൻസ് വെരി റെഡിലി വിത്ത് ഓക്സിജൻ ആൻഡ് ഫോമിങ് ഓക്സൈഡ്സ് ഈസ് ടേം ആസ് ഓക്സിഡേഷൻ. അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഓക്സിജനുമായി ചേർന്ന് അതിന്റെ ഓക്സൈഡുകളായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കട്ടിങ് എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഈ കട്ടിങ്ങിന് കാരണമാകുന്നത്, ഇപ്പോൾ അയൺ ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അയൺ ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത് അയണിനേക്കാളും വെയിറ്റ് കുറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ആണ്. അങ്ങനെ അത് മെൽറ്റ് ആയിട്ട് പോകുന്നു, അതിന്റെ ടെമ്പറേച്ചറും കുറവാണ്, അങ്ങനെ അത് മെൽറ്റ് ആയിട്ട് പോകുന്നു. അങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു കർഫ് രൂപപ്പെടുത്തിയിട്ട് നമുക്ക് അതോടെ ഒരു കട്ടിങ് സാധ്യമാകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്രിൻസിപ്പിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സയൻസ് ഒക്കെ +2 സയൻസോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ ചില ആളുകൾ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ചൂടാക്കിയിട്ട് ഒരു ചെറിയൊരു പാത്രത്തിനുള്ളിൽ മഗ്നീഷ്യത്തിന്റെയോ അല്ലെങ്കിൽ കോപ്പറിന്റെയോ ഒക്കെ ഓക്സിജൻ നിറച്ചിട്ടുള്ള ചെറിയൊരു പാത്രത്തിലേക്ക് വളരെ ഹോട്ടായിട്ടുള്ള രീതിയിൽ കോപ്പറിന്റെ ചെറിയൊരു പീസ്, റെഡ് ഹോട്ട് രീതിയിലുള്ള ഒരു പീസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന്
ഓക്സിജന്റെ സഹായത്താൽ ആളിക്കത്തുകയും അത് കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസ് നിങ്ങൾ എല്ലാവരും സയൻസ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നെറ്റിലോ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താന്ന് മനസ്സിലായി. അതുപോലെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫ്ലെയിം ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ആണ്. അതിന്റെ ടെമ്പറേച്ചർ 3100 മുതൽ 3300 ഡിഗ്രി വരെയാണ്. ഓക്കെ, ഇനി ഇതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ 2 തരത്തിലുള്ള ടോർച്ചുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വെൽഡിങ് ചെയ്യുന്നതിന് വേണ്ടി, ഗ്യാസ് വെൽഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടോർച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഗ്യാസ് വെൽഡിങ് അല്ലാതെ ഗ്യാസ് കട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടോർച്ച് ഉണ്ടായിരിക്കും. രണ്ടും 2 രീതിയിലായിരിക്കും ആ ടോർച്ചുകൾ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ മരമൊക്കെ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാക്സ വെച്ചിട്ട് മെറ്റീരിയൽ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അറക്കുന്ന ഒരു ചെറിയൊരു ലൈൻസ് ഉണ്ട്. ആ ലൈൻസിന്റെ എൻഡ് ഭാഗം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഭയങ്കര സ്മൂത്ത് ഒന്നും അല്ലായിരിക്കും. അത് ഒരു മീഡിയം കോഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും അതിന്റെ ഒരു കർഫിന്റെ ഒരു എൻഡ് ഭാഗം, 2 സൈഡിലത്തെ ഭാഗം ഉണ്ടായിരിക്കാം. അപ്പോ അങ്ങനെ നമുക്ക് ഇതിന്റെ കർഫുകളെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇത് ഫെറസ് മെറ്റലുകളെയും നോൺ ഫെറസ് മെറ്റലുകളെയും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും അലോയ്സിനെയും കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അറിയാം എന്താണ് ഫെറസ് മെറ്റൽ എന്താണെന്ന്. നമ്മുടെ അയേണിനെ നമ്മൾ രാസനാമമായിട്ട് എഴുതുക എങ്ങനെയാണ്? Fe എന്നാണ് എഴുതുക. ഫെറം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് Fe എന്ന് എഴുതുന്നത്. അപ്പോൾ അയൺ മേജർ കമ്പോണന്റ് ആയിട്ടുള്ള മെറ്റലുകളെ നമ്മൾ ഫെറസ് എന്നും അയണിന്റെ കമ്പോണന്റ് ഇല്ലാത്തതിനെ നമ്മൾ നോൺ ഫെറസ് എന്നും പറയുന്നു. ഫെറസ് മെറ്റലുകൾക്ക് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുന്നത് മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, അതുപോലെ തന്നെ ലോ കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ തുടങ്ങിയവയാണ്. നോൺ ഫെറസ് മെറ്റലുകൾക്ക് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബാക്കിയുള്ള എല്ലാ മെറ്റലുകളും സിൽവർ, ഗോൾഡ്, അതുപോലെ തന്നെ കോപ്പർ, ഇനി അതിന്റെ അലോയ്സ് നോക്കുകയാണെങ്കിൽ ബ്രാസ്, ബ്രോൺസ്, അതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ബേസ് എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവാണ്. ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ വളരെ കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. പല ആളുകളും പല രീതിയിൽ അത് വിചാരിക്കാറുണ്ട്. കൃത്യമായിട്ട് പറയാൻ വെച്ചാൽ 21% ഓഫ് ഓക്സിജൻ ആണ് അന്തരീക്ഷത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് വാതകങ്ങളുടെ കാര്യത്തിൽ എന്താണ് 78% ഉള്ള കത്തുന്നതിനെ നിയന്ത്രിക്കുന്ന നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ഒന്നല്ല, എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് കാരണമാണ് ഈ 2 കാര്യം കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് അറിയാം ഇതാണ് 2 നമ്മൾ ഈ കട്ടിങ്ങിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? ഒരു മെറ്റൽ ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മെറ്റൽ ഷീറ്റിനെ ആദ്യം നമ്മൾ പ്രീ ഹീറ്റിംഗ് ചെയ്യാണ്. ഈ പ്ലേറ്റിന്റെ എഡ്ജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നത്. പ്രീ ഹീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിലുള്ള ഓക്സി അസറ്റിലിൻ ഫ്ലെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതങ്ങനെ പ്രീ ഹീറ്റ് ചെയ്യുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു എഡ്ജിൽ മാത്രം 90 ഡിഗ്രിയിൽ വെച്ചിട്ടാണ്. ആ നോസിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ വെൽഡിങ് ചെയ്യുമ്പോൾ ആ നോസിലിന് ഒരു 120 ഡിഗ്രിയുടെ ചെരിവാണ് വരുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്യാസ് വെൽഡിങ്ങിന്റെ ഇതുപോലെയല്ല, നോസിൽ പോലെയല്ല. ഇതിന് 90 ഡിഗ്രിയാണ്. കൃത്യം എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ഈ സർഫസ് ആയിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, 90 ഡിഗ്രിയിൽ അതിന്റെ ഈ എഡ്ജിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ ഇപ്പൊ കാണുന്ന ഭാഗത്ത് നമ്മൾ അതിനെ ചൂടാക്കുന്നു. അപ്പൊ ഈ റെഡ് ഹോട്ട് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അങ്ങനെ റെഡ് ഹോട്ട് എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിയതിന് ശേഷം ഇവിടെ കണ്ടില്ലേ ഒരു ഹൈ പ്രഷർ കട്ടിങ് ഓക്സിജൻ ലിവർ ഉണ്ട്. ആ ലിവറിലാണ് ഇദ്ദേഹം അമർത്തിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ, ആദ്യം നമ്മൾ ഈ ചൂടാക്കുന്ന സെക്ഷനിൽ ഈ ലിവറിനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉണ്ടാക്കിയിട്ട് ആ ഒരു ഭാഗത്തെ ചൂടാക്കുകയാണ്. അതിനുശേഷം അതിനൊരു റെഡ് ഹോട്ട് എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ
ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, ഹൈ പ്രഷർ ആയിട്ടുള്ള ഓക്സിജനെ അതിന്റെ ആ ഒരു ഭാഗത്തേക്ക് കടത്തിവിടുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ചൂടായിട്ട് നിൽക്കുന്ന അയേണ് പെട്ടെന്ന് തന്നെ ഓക്സിജനായിട്ട്, ഈ ഹൈ പ്രഷർ ആയിട്ടുള്ള ഓക്സിജനായിട്ട് പ്രവർത്തിക്കുകയും അയൺ ഓക്സൈഡുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അയൺ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് ഉരുകുന്നു. അപ്പോൾ ഈ അയൺ ഓക്സൈഡിനെയാണ് നമ്മൾ പറയുന്നത് സ്ലാഗ് എന്ന്. ഈ അയൺ ഓക്സൈഡിനെ പറയുന്ന വേറൊരു പേരാണ് സ്ലാഗ് എന്ന്. അപ്പൊ നമ്മളൊന്ന് ഇതാക്കുക, അയൺ ഓക്സൈഡിനെ പറയുന്ന പേര് എന്താണ്? ഇത് ക്വസ്റ്റ്യനിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. മോൾട്ടൺ സ്ലാഗിന്റെ വേറൊരു പേര് എന്താണ്, അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അപ്പോ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഓർമ്മ വെക്കേണ്ടതാണ്. അപ്പോ പിന്നെ നമുക്ക് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഓർഡർ വൈസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്, എഡ്ജിനെ പ്രീ ഹീറ്റിംഗ് ചെയ്യുന്നു. എഡ്ജിനെ പ്രീ ഹീറ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു റെഡ് ഹോട്ട് ആ ഒരു അവസ്ഥയിലേക്ക് അതിനെത്തുകയും അതിനുശേഷം പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ, അന്തരീക്ഷ വായുവിനെ കടത്തി വിട്ടാൽ മതിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. എന്താണ്, 21% മാത്രമാണ് ഓക്സിജൻ അന്തരീക്ഷ വായുവിലുള്ളൂ. ബാക്കി വരുന്ന 78%, അതായത് മേജർ കമ്പോണന്റ് ആയിട്ട് നൈട്രജൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്സി അസറ്റിലിൻ കട്ടിങ് നമ്മൾ നടത്തുന്നു. അതിനുശേഷം റെഡ് ഹോട്ട് കണ്ടീഷനിലേക്ക് ഫ്ലെയിമിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം പ്യുവർ ആയിട്ടുള്ള ഓക്സിജന്റെ റാപ്പിഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഓക്സിജനെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് സ്ലാഗ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, അങ്ങനെ അയൺ ഓക്സൈഡ് ഉണ്ടായി അത് ഉരുകി ഒലിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകുന്നു. കണ്ടില്ലേ, ഈ കാണുന്നതാണ് അവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കെർഫ് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുള്ള കെർഫ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പിനെയാണ്. ഈ ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കെർഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കെർഫ് നമ്മൾ എൻറ്റയർ ലെങ്ത്തിൽ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, രണ്ട് പീസും കട്ടായിട്ട് വരുന്നു. നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിലേക്കും സൈസിലേക്കും ഈ പറയുന്ന ഷീറ്റിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോ കട്ടിങ് ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്നതാണ്. കട്ടിങ് ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. രണ്ട് തരത്തിലാണ് പ്രധാനപ്പെട്ട കട്ടിങ് ആക്ഷൻ നടക്കുന്നത്. ആദ്യം പ്രീ ഹീറ്റിംഗ് ഫ്ലെയിം ആണ് ഉണ്ടാകുന്നത്. അതിനെ മെറ്റലിലേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപായി ബ്രൈറ്റ് റെഡ് ഹോട്ട് ഏകദേശം 900 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുന്നു. അതിനുശേഷം ഹൈ പ്രഷർ ആയിട്ടുള്ള ഓക്സിജനെ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത് അതിനെ സ്ലാഗ് ആക്കിയിട്ട് മാറ്റുന്നു. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ അതൊരു എന്താണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു ചെറിയൊരു കോളത്തിന്റെ ഉള്ളിലാണ് അത് വെച്ചിട്ടുള്ളത്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കൊരു 1 കിലോഗ്രാം അയേണിനെ പൂർണ്ണമായിട്ട് ഉരുക്കണമെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓക്സിഡൈസേഷൻ സംഭവിക്കണമെങ്കിൽ എത്ര ലിറ്റർ ഓക്സിജൻ ആവശ്യമുണ്ട് എന്നുള്ളത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അത് 300 ലിറ്റർ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 300 liters ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് 1 കിലോഗ്രാം ഓഫ് അയൺ. അപ്പൊ 1 കിലോഗ്രാം അയൺ എടുത്തിട്ട് അതിനെ പൂർണ്ണമാക്കിയിട്ട് അയൺ ഓക്സൈഡ് ആയിട്ട് മാറ്റണം അല്ലെങ്കിൽ സ്ലാഗ് ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഏകദേശം 300 ലിറ്റർ ഓക്സിജൻ ആവശ്യമുണ്ട്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിങ് ഏകദേശം 875 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം. 875 ഡിഗ്രി മുതൽ 900 ഡിഗ്രി വരെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ അത് ചോദിക്കാറുള്ളതാണ്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ 900 ഡിഗ്രി സെൽഷ്യസ് എന്നായിരിക്കും, ചിലപ്പോൾ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു 855 890 ആയിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് 875 മുതൽ 900 ഡിഗ്രി വരെ എന്നുള്ള രീതിയിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 875 to 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 875 to 900 ഡിഗ്രി എന്ന് ഇങ്ങനെ ഒരു സ്പാൻ ഓഫ് ഡിഗ്രി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ, അതായത് ഇഗ്നീഷൻ സംഭവിക്കുന്ന ടെമ്പറേച്ചർ അതിലെ കാർബണിന്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് ചെറുതായിട്ട്
വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മളൊരു 900 ഡിഗ്രി സെൽഷ്യസ് എന്ന് കൃത്യമായിട്ട് പറയാതെ 875 to 900 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഭാഗവും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എത്രയാണ് 300 ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ എന്നുള്ളതും 875 to 900 എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ സാധാരണ ഗ്യാസ് കട്ടിങ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഗ്യാസ് കട്ടിങ്ങിന്റെ ഒരു ടോർച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ രണ്ടാമത് ഗ്യാസ് കട്ടിങ് അല്ല, ഗ്യാസ് വെൽഡിങ്ങിന്റെ ടോർച്ച് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ചെറുതായിട്ടൊരു ബെൻഡൊക്കെ ഉണ്ടായിരിക്കും, ഒരു 120 ഡിഗ്രിയുടെ ചെറിയൊരു ബെൻഡൊക്കെ ഉണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. വെൽഡിങ് നോസിലിന് 120 ഡിഗ്രിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ എൻഡ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറെ ഒന്നും അതിന് വരാനില്ല. ആ കൂടി 2 മാർക്കിന്റെ ആണ് ക്വസ്റ്റ്യൻസിന്റെ ഈ ഭാഗം വരുന്നത്. ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ടോർച്ച് ഈസ് യൂസ്ഡ് ടു കട്ട് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ് എബോവ് 4 mm. 4 mm തിക്നെസ്സിന് മുകളിലുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റുകൾ കട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ടോർച്ച് ഉപയോഗിക്കുന്നത്. 4 mm താഴെയാണെങ്കിൽ നമ്മൾ ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ടോർച്ച് യൂസ് ചെയ്യാറില്ല. വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കട്ടിംഗ് പ്രോസസ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. 4 mm മുകളിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ടോർച്ച് യൂസ് ചെയ്യുന്നത്. മൈൽഡ് സ്റ്റീൽ പ്ലേറ്റുകൾ എത്രയാണ്, 4 mm കേട്ടോ. അതിന് ഇമ്പോർട്ടന്റ് ആണ്. എത്ര എംഎമ്മിന് എബോവ് ആണ് എന്ന് ചോദിച്ചിട്ട് 5 mm ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കും 5 mm ആയിരിക്കും. കോമൺ ആയിട്ട് ഈ 5, 10 എന്നുള്ള നമ്പേഴ്സ് ഒക്കെ എല്ലാത്തിലും വരുന്നുണ്ട്. അത് കാരണം നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. 4 mm മുകളിലുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്, ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ടോർച്ച് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കാണുന്ന ടിപ്പ് എത്ര ഡിസ്റ്റൻസിലാണ് പിടിക്കേണ്ടത്? നമ്മൾ ഇത് സംഭവിക്കുകയാണ്, അത് കട്ടിങ് സംഭവിക്കുകയാണ്. അപ്പൊ ഈ ടിപ്പിനെ നമ്മൾ എത്ര ഡിസ്റ്റൻസിൽ പിടിക്കണം ടിപ്പിനെ കേട്ടോ. അപ്പോ എന്തായാലും ഒരു ഫ്ലെയിം ഉണ്ടാവുന്നുണ്ട്. ആ ഫ്ലെയിമിന് തന്നെ കുറെ പോർഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ആ പോർഷൻസിൽ നമ്മൾ മേജർ ആയിട്ട് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വരുന്നത് ഇന്നർ കോണിന് തൊട്ടപ്പുറത്തായിട്ടാണ്. നമ്മൾ ഇന്നർ കോണിന്റെ ഏകദേശം ഒരു 2 mm 3 mm തൊട്ടപ്പുറത്തായിട്ടാണ് ഈ 3300 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ടെമ്പറേച്ചർ ക്രിയേറ്റ് ആവുന്നത്. അപ്പോ ഏകദേശം ഈ കാണുന്ന ടിപ്പിൽ നിന്ന് 5 മുതൽ 6 mm ഡിസ്റ്റൻസിലാണ് നമ്മൾ കട്ടിംഗ് ടോർച്ച് പിടിക്കേണ്ടത്. അപ്പൊ എത്രയാണ് ഈ ടിപ്പിൽ നിന്ന്, ടിപ്പ് ഓഫ് ദ കട്ടിംഗ് ടോർച്ച് എത്രയായിരിക്കണം, നമ്മൾ ഏത് മെറ്റലാണോ കട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ടിപ്പ് 5 to 6 mm അകലത്തിൽ പിടിക്കണം. എന്തിനാണ് ഈ 5 to 6 mm അകലത്തിൽ പിടിക്കേണ്ടത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്ലെയിമിന്റെ ഇന്നർ കോണ് ഏകദേശം 2 മുതൽ 3 mm സർഫസിന് മുകളിലായിട്ട് പിടിക്കണം. എന്നാൽ മാത്രമാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടിങ് സംഭവിക്കുള്ളൂ. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ക്രിയേറ്റ് ആവുന്ന പോർഷൻ അതാണ്. അത് കാരണമാണ് ഇന്നർ കോണിലേക്ക് മുട്ടിച്ച് പിടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്നർ കോണിൽ നിന്ന് വളരെ അകലേക്ക് പിടിക്കാനും പാടില്ല. അപ്പൊ ഈ 2 to 3 mm എന്നുള്ളതും 5 to 6 mm എന്നുള്ളതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ടിപ്പ് ഓഫ് ദ കട്ടിംഗ് ടോർച്ച് എന്നാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതെങ്കിൽ, ടിപ്പ് ഓഫ് ദ കട്ടിംഗ് ടോർച്ച്, അതായത് ഈ ഒരു ഭാഗമാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് 5 to 6 mm ആണ്. ഇനി ഫ്ലെയിമിന്റെ ഇന്നർ കോണാണ്, പ്രീ ഹീറ്റ് ഫ്ലെയിമിന്റെ ഇന്നർ കോണാണെങ്കിൽ 2 to 3 mm എന്ന് തന്നെ എഴുതണം. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നെന്താണ്, MS പ്ലേറ്റുകൾ 4 mm മുകളിലുള്ളതാണ് നമ്മൾ ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ടോർച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുക. അതുപോലെ ടിപ്പ് നമ്മളെ വർക്ക് പീസിൽ നിന്ന് ഏകദേശം 5 to 6 mm അകലത്തിൽ പിടിക്കണം. അതുപോലെ ഇന്നർ കോൺ, ഈ പ്രീ ഹീറ്റ് ഫ്ലെയിംസിന്റെ ഇന്നർ കോൺ ഏകദേശം 2 to 3 mm സർഫസിൽ നിന്നും മുകളിലായിട്ടായിരിക്കണം പിടിക്കേണ്ടത്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ, ഈ 3300 സോക്കോൾഡ് 3300 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ടോർച്ചുകളുടെ ഇമേജ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കുക, കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കട്ടിംഗ് ഓക്സിജൻ ലിവർ. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ലിവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അമർത്തുന്നത്. അതിന്റെ ഫലമായിട്ട് വളരെ ശക്തിയായിട്ടുള്ള രീതിയിൽ ഒരു റാപ്പിഡ് ഫ്ലോ ഓഫ് പ്യുവർ ഓക്സിജൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്,
അതിൽ സ്ലാഗിങ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി വെൽഡിംഗ് നോസിലാണെന്ന് 120 ആയിരിക്കും, ഇതിന് 90 ആയിരിക്കും. ഈ 90 എന്നുള്ളത് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. 90 ഒരു കാരണവശാലും നമ്മൾ വിചാരിക്കരുത് വെൽഡിംഗ് നോസിലാണ് അല്ലെങ്കിൽ വെൽഡിംഗ് നോസിന്റെ പോലെയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, ഇനി കട്ടിംഗ് ടിപ്പുകൾ, ഈ കാണുന്ന ടിപ്പുകൾ എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കട്ടിംഗ് ടിപ്പുകളുടെ ഒറിഫൈസ് ഈ കാണുന്നതാണ് ഈ കട്ടിംഗ് ടിപ്പ് എന്ന് പറയുന്നത്. അതിൽ നോക്കി ഈ എൻഡിലത്തെ ഭാഗത്തിനാണ് നമ്മൾ ഒറിഫൈസ് എന്ന് പറയുന്നത്. അതിൽ കുറെ പ്രീ ഹീറ്റ് ഹോൾസുകളുണ്ട്. അല്ലെങ്കിൽ 1, 2, 3, 4, 5. അപ്പോ എത്ര പ്രീ ഹീറ്റ് ഹോൾസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ 5 സ്മോളർ ഹോൾ, ദാറ്റ് ഹോൾ നോൺ ആസ് പ്രീ ഹീറ്റ് ഹോൾ. ഞാൻ എന്റെ സെന്ററിൽ കണ്ട ഒരു കുറച്ച് ഇത് ഇത്രയ്ക്കല്ല, കുറച്ചുകൂടി വലുപ്പം ഉണ്ടായിരിക്കും. അതിനാണ് കട്ടിംഗ് ഓക്സിജൻ ഹോൾസ്. അത് നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളിലൂടെ പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ വളരെ വളരെ വേഗത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇമേജ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. സാധാരണഗതിയിൽ ഓക്സിജന്റെ ഈ ഹോളിനെ കുറിച്ചിട്ട് ചോദിക്കാറില്ല, ചോദിച്ചുകൂടാന്നില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ പ്രീ ഹീറ്റ് ഹോൾസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 5 സ്മോളർ ഹോൾസ് ആണ്. ഓക്സിജന്റെ ഹോൾ ആണെങ്കിൽ ഒരെണ്ണാണ് ഉള്ളത്. ചിലപ്പോൾ ഓക്സിജൻ ഹോൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ട് 5 എന്ന് ഉത്തരം വരുമ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ഹോള് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കട്ടിംഗ് നോസിലുകളും. ഈ കട്ടിംഗ് നോസിലുകൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഇതിന്റെ പ്ലേറ്റിന്റെ തിക്നെസ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മൾ ആ കട്ടിങ് നടത്തുന്ന സമയത്ത് ഈ ഓക്സിജന്റെ പ്രഷർ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ കട്ടിംഗ് നോസിലിന്റെ അളവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 0.8 mm, 1.2 mm, 1.6 mm, 2 mm, 2.4 mm, 2.8 mm, 3.2. അങ്ങനെ കട്ടിംഗ് നോസിലുകളുടെ 0.8 മുതൽ 3.2 വരെയുള്ള അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം നമ്മൾ ഒരേ തിക്നെസ് ഉള്ള പ്ലേറ്റുകൾക്ക് യൂസ് ചെയ്യില്ല. അതായത് ഇപ്പോൾ 0.8 വെച്ചിട്ട് 250 മുതൽ 300 mm തിക്നെസ് ഉള്ള പ്ലേറ്റ് കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം നാളുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ ഇരുന്നിട്ടായിരിക്കും നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ അതുപോലെ തന്നെ ഈ ഒരു 100 mm തിക്നെസ് ഉള്ള ഒരു ഇത് വെച്ചിട്ട് പ്ലേറ്റിന്റെ തിക്നെസ് ഉള്ളത് വെച്ചിട്ട് നമ്മൾ 3.2 കട്ടിംഗ് നോസിൽ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഇതായിട്ട് അത് കൂടുതൽ സ്ലാഗ് പ്രൊഡ്യൂസ് ചെയ്യാനും അതാകെ ഉരുക്കി ഒലിച്ച് കർഫുകളൊക്കെ റൗണ്ട് ഓഫോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു വിവലായിട്ടുള്ള രീതിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കട്ടിംഗ് നോസ് കൃത്യമായിട്ടുള്ള തിക്നെസ്സുകൾക്ക് ഉപയോഗിക്കുക. ഇത് പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. 100 mm അല്ലെങ്കിൽ 120 mm. 100 mm ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1.6ഉം 2ഉം പറയാം. പക്ഷേ അതിനിടയിലുള്ള ഒരു 90 അല്ലെങ്കിൽ 50 ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് തിക്നെസിന്റെ ആ ഒരു റേഞ്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഒരു 50 mm തിക്നെസ് ഉള്ള പ്ലേറ്റുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് തരം കട്ടിംഗ് നോസിലുകളാണ് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് 1.6 ആണ് എന്ന് അറിയാൻ സാധിക്കണം. സാധാരണഗതിയിൽ ഈ രണ്ടു കാര്യങ്ങളാണ് ചോദിക്കാറുള്ളൂ. കട്ടിംഗ് നോസിലിന്റെ സൈസ്, തിക്നെസ് ഓഫ് പ്ലേറ്റ്, ഇതിനുള്ള ചോദിക്കാറുള്ളൂ. ഈ കട്ടിംഗ് ഓക്സിജന്റെ പ്രഷർ നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നിരുന്നാലും അതൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഇനി നമ്മൾ ഈ കട്ടിങ് ഓറിഫൈസ് ഒക്കെ കുറെ സമയം നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലെയിം ഒക്കെ ഉണ്ടായിട്ട് കാർബോണിക് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കാരണം അസറ്റിലിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് കാർബൺ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വാട്ടർ വേപ്പർ ആയിട്ട് മാറും. അപ്പൊ കാർബണിന്റെ പൊടി എന്തായാലും കുറെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഈ കാർബൺ കണ്ടന്റുകൾ ഈ പ്രീ ഹീറ്റ് ഹോളുകളിലും ഓക്സിജന്റെ ഈ ഹോളുകളിലൊക്കെ ഡെപ്പോസിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ആ ക്ലോഗിങ് എന്നുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ക്ലോഗിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റീലിന്റെ അല്ലെങ്കിൽ ഒരു വയർ നമ്മൾ യൂസ് ചെയ്യും. ഒരു ഫയൽ പോലെയുള്ള ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ, ഒരു വയർ യൂസ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്നത് നോസിൽ ക്ലീനർ എന്നാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് നോസിൽ ക്ലീനർ എന്നാണ്. ഇനി ഈ കട്ടിംഗ് എക്യുപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ നിർബന്ധമായിട്ട് വേണം.
ഞാൻ അതിന്റെ കളറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ, അസറ്റിലിന്റെ ഗ്യാസ് സിലിണ്ടറിന്റെ കളർ മെറൂൺ കളർ ആയിരിക്കും. അസറ്റിലിന്റെ ഓക്സിജന്റെ അറിയാലോ ബ്ലാക്ക് കളറാണ്. അതുപോലെ ഓക്സിജനും അസറ്റിലിനും ഗ്യാസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പ്രഷറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെഗുലേറ്റേഴ്സ്, രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് വേണം. അതുപോലെ തന്നെ ഈ സിലിണ്ടറിൽ നിന്ന് കട്ടിംഗ് ടോർച്ചിലേക്ക് ഇവയെ എത്തിക്കാനുള്ള എന്ത് വേണം? റബ്ബർ ഹോസ് വേണം. ആ റബ്ബർ ഹോസ് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കണം. സാധാരണ എന്താണ് മെറൂൺ കളറും അതുപോലെ ബ്ലാക്ക് കളർ തന്നെയാണ് ഹോസുകൾക്കും കൊടുക്കാറുള്ളത്. അതുപോലെ നമ്മുടെ കട്ടിങ്ങിന്റെ ബ്ലോ പൈപ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മള് ഗ്യാസ് വെൽഡിങ്ങിന്റെ സേഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ, ഗ്യാസ് കട്ടിങ്ങിന്റെ സേഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ, ആക്ച്വലി സേഫ്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് സാധാരണ ഗ്യാസ് കട്ടിങ്ങിന്റെ സേഫ്റ്റി ആയിട്ട് ചോദിക്കുന്നത് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള സേഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇത് സിലിണ്ടറുകളൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ വെൽഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അതിനെപ്പോഴും അപ്പറൈറ്റ് പൊസിഷനിൽ നിർത്തണം. ഇവയുടെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകുന്നത് ട്രോളിയിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ ബാക്ക് ഫയർ വരുമ്പോൾ നമ്മൾ റെഗുലേറ്ററുകൾ ഓഫ് ചെയ്യേണ്ട രീതി, അങ്ങനെ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഗ്യാസ് കട്ടിങ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ മാത്രം നമ്മൾ നോക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട സേഫ്റ്റി കമ്പോണൻസുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് BIS സ്റ്റാൻഡേർഡ് അനുസരിച്ച്, BISന്റെ ഫുൾ ഫോം അറിയാലോ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നാണ്. അതനുസരിച്ചിട്ട് 1948 ഫാക്ടറി ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. 1996 ഡിഫറെന്റ് ലാബർ ലോസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണലി അപ്ലൈഡ് ആയിട്ടുള്ള ടോട്ടൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ 8 ഉണ്ട്. 8 ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളെ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഒരാൾ എന്തൊക്കെയാണ് ധരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മള് ഇത് അറിയാലോ, ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ടോട്ടൽ 8 ഉണ്ട്. അത് അതിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ആക്ച്വലി 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെസ്പിറേറ്ററി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആൻഡ് നോൺ റെസ്പിറേറ്ററി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് ഇൻഹാലേഷൻ എന്നുള്ള പ്രോസസ്സ് വരുന്നത് റെസ്പിറേറ്ററി കണ്ടാമിനേറ്റഡ് എയറോ അല്ലെങ്കിൽ ഫ്യൂംസോ അങ്ങനെയുള്ള ഇതുകളെ നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അവയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെ റെസ്പിറേറ്ററി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നു. ഉദാഹരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നോസ് മാസ്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഫ്യൂം റെസ്പിറേറ്ററി മാസ്ക്, എയർ ഹുഡ് മാസ്ക്, എയർ ഫീഡ് മാസ്ക് തുടങ്ങിയൊക്കെ, മാസ്ക് അല്ല ഹെൽമെറ്റ് തുടങ്ങിയൊക്കെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതിനെ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് 3 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഞാൻ അത് കാരണമാണ് ആ 3 കോമൺ ആയിട്ട് എഴുതാതെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തലച്ചോറാണ്. അത് കാരണം തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് കാരണം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഹെൽമെറ്റ് ആണ്. സാധാരണ ലെതർ ക്യാപ്പ് ഒക്കെയാണ്, സേഫ്റ്റി ഹെൽമെറ്റും ലെതർ ക്യാപ്പ് ഒക്കെയാണ് നമ്മൾ നമ്മുടെ ഗ്യാസ് കട്ടിങ് നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞു. ഇനി ഏറ്റവും അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് 2 സേഫ്റ്റി ഷൂ ആണ്. സേഫ്റ്റി ഷൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സ്ലാഗ് ഒക്കെ മോൾട്ടൻ അവസ്ഥയിൽ താഴേക്ക് വീഴുമ്പോൾ നിലത്ത് വീണിട്ട് അതിങ്ങനെ ചിതറാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കട്ടൊക്കെ ചെയ്യുമ്പോൾ ചിതറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും നിലത്തിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് നമ്മുടെ കാലായിരിക്കും. സാധാരണ ചപ്പൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ വന്നിട്ട് പൊള്ളലേൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് തന്നെ നമ്മുടെ കാലിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് കാരണം തന്നെ നമ്മൾ എപ്പോഴും ലെതർ ഷൂകളോ സേഫ്റ്റി ഷൂകളോ ഉപയോഗിക്കണം. ഓക്കെ, ഇനി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് 3 കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഫ്യൂം റെസ്പിറേറ്ററി മാസ്ക് എന്നാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത്. അത് നിങ്ങൾ ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. 2 കാർട്രിഡ്ജ് ടൈപ്പ് ഒക്കെ ആയിട്ട് എന്താണ് ഈ ഫ്യൂംസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് നല്ല ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പൊ നമുക്കറിയാം 21% ഏകദേശം അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട്. ഈ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡോ കാർബോണിക് ആസിഡുകളോ കാർബൺ മോണോക്സൈഡോ അങ്ങനെയുള്ള ഫ്യൂംസുകൾ ഒക്കെ ആയിട്ട് നിറയുമ്പോൾ ഇതിൽ അന്തരീക്ഷത്തിന്റെ അളവിലെ 21% ആയിട്ടുള്ള ഓക്സിജന്റെ അളവുകൾ
ക്രമാതീതമായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 12 മുതൽ 16 പെർസെൻറ്റേജ് വരെയൊക്കെ ആവുമ്പോൾ നമുക്ക് സഫോക്കേഷൻ സംഭവിക്കാനും നമ്മൾ ബോധം കെട്ട് വീഴുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയോ ഒക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ ഓർമ്മ പോകാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്യൂം റെസ്പിറേറ്ററി മാസ്ക് ഈ ഫ്യൂംസ് നമ്മൾ ശ്വസിക്കുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതുപോലെ PPE4 ലെതർ ഗ്ലൗസ് ആണ് നമ്മുടെ ഹാൻഡ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാൻഡ് എന്ന് പറയുന്നത് ലെതർ ഗ്ലൗസ്. അതിൽ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെയുള്ള സ്ലാഗുകളോ അല്ലെങ്കിൽ തീയോ വരുന്നതിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കവറോള് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് 5 എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. വെൽഡിങ് ഗൂഗിൾസുകൾ, ഇപ്പൊ ചിപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സേഫ്റ്റി ഗൂഗിൾസ് ഒക്കെയാണ് നമ്മൾ ധരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ലെഗ് ഗാർഡ്, ലെതർ ആപ്രോൺ ഒക്കെ നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് 1 to 8 എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അത് ഇങ്ങനെ ഓരോന്നിനെ കോറിലേറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിൽ നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ, അതായത് ഫ്യൂവൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്യൂവലൊക്കെ വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കത്തുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ ഡംപ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കട്ടിങ് പ്രോസസ്സിന്റെ ഏകദേശം 3 മീറ്ററിന് അകലെ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ വെക്കാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് 3 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും നമ്മൾ ഉറപ്പുവരുത്തണം ഈ കമ്പസ്റ്റബിൾ മെറ്റീരിയലിൽ നിന്ന്, ഈ കട്ടിങ് പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്തിൽ നിന്ന്, വർക്ക്ഷോപ്പിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് നമുക്ക് കടക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കോമൺ ഡിഫക്റ്റ് എന്നുള്ള രീതിയിലുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം. അപ്പോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെൽഡിങ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് സ്ട്രോക്ക് സ്പീഡ് എന്നോ അല്ലെങ്കിൽ കട്ടിങ് സ്പീഡ് എന്നോ പറയുന്നത്. അതായത് നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള, നമുക്ക് എക്സ്പീരിയൻസ് വഴി ക്രിയേറ്റ് ആവുന്നതാണ്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള അളവിൽ മാത്രമാണ്. വളരെ സ്പീഡിലും നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല, വളരെ സ്ലോവിലും നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. വളരെ സ്പീഡിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് കട്ടിങ് നടക്കില്ല. വളരെ സ്ലോവിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്സിജന്റെ ഈ ഓക്സിജന്റെ ഇതുണ്ടല്ലോ, സ്ട്രീം ഉണ്ടല്ലോ, തൊട്ടടുത്ത ഭാഗത്തെയും കൂടിയും പതുക്കനെ അലിയിക്കല്ല എന്ത് ചെയ്യും? ഓക്സിഡേഷൻ സംഭവിച്ച് അതും കൂടിയും ഒരു ചെറിയൊരു മാർക്ക് പോലെ, അതിനെ നമ്മൾ പ്രഷർ മാർക്ക് എന്നാണ് പറയാ, ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സാധാരണ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കട്ട് ഇതിന്റെ അടിഭാഗത്ത് നടന്നിട്ടുണ്ടെങ്കിലും ഇവിടെ കണ്ടില്ലേ റൗണ്ട് ഓഫ് സംഭവിച്ചു. സാധാരണ ഇവിടെയുള്ള പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല, എഡ്ജ് പതുക്കനെ റൗണ്ട് ആയി. കാരണം ഇവിടെ നിന്നും ചെറിയ രീതിയിലുള്ള കട്ടിങ്ങുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം തന്നെ ഇപ്പുറത്തെ ഇത് കട്ട് ചെയ്തിട്ടുള്ള അപ്പുറത്തെ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ എഡ്ജ് റൗണ്ട് ഓഫ് ചെയ്യുന്നത് മെറ്റീരിയൽ കൂടുതൽ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അത് കാരണം തന്നെ നമ്മൾ വളരെയധികം സ്ലോവിൽ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഇതിലെ ഇമേജസ് വളരെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ടൂ മച്ച് കട്ടിങ് ഓക്സിജന്റെ ഒരു ഇമേജും, അതുപോലെ തന്നെ ഈ കാണുന്ന ടിപ്പ് ടു ക്ലോസ്, എക്സ്ട്രീംലി സ്ലോ കട്ടിങ് സ്പീഡ്, ഇതിന്റെയൊക്കെ ഇമേജസ് നമുക്ക് പെട്ടെന്ന് ഏതാണ് ഏതിലേക്ക് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കില്ല. കാരണം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് എഡ്ജ് റൗണ്ട് ഓഫ് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ അണ്ടർകട്ട് സംഭവിക്കും. അതായത് ടൂ മച്ച് ഓക്സിജനും അതുപോലെ ടിപ്പ് വളരെ അടുത്ത് നിൽക്കുകയാണെങ്കിലും ചെറുതായിട്ട് അണ്ടർകട്ട്, അതായത് ഗ്രൂവുകൾ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്രൂവുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സർഫസിന്റെ മുകളിൽ ചെറിയ ചെറിയ ഗ്രൂവുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അണ്ടർകട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, പ്രഷർ മാർക്സ് ഓൺ ദ കട്ട് ഫേസ് indicate too much oxygen for cutting condition. Either the tip is too big, the cutting oxygen pressure is too high, speed is too low, on reducing the oxygen volume to correct proportion of the thickness of the cut, the pressure mark will recede towards the bottom edge until they finally disappear. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രോക്ക് സ്പീഡ് ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഓക്സിജൻ നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൂടുതലാണ്. ഓക്സിജന്റെ പ്രഷർ നമ്മൾ വളരെയധികം കൊടുത്തു വരിക. നേരത്തെ നമ്മൾ ആ ഒരു ഇതില് നമ്മൾ കണ്ടു, നമുക്ക് കൊടുക്കേണ്ട പ്രഷർ എത്രയാണെന്നുള്ളത് കണ്ടില്ലേ? കട്ടിങ് ഓക്സിജന്റെ പ്രഷർ 1 to 1.4 kgf/cm² ആണ്
ഏകദേശം 3 to 6 ആണെങ്കിൽ, പ്ലേറ്റ് തിക്നെസ് ആണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് നോസിൽ 0.8 ആണെങ്കിൽ, അതുപോലെ 1.4 to 2.1 ആണ് നമ്മൾ കട്ടിംഗ് നോസിലായിട്ട്, 1.2 ആണ് യൂസ് ചെയ്യുന്നത് 6 to 19 mm തിക്നെസ് പ്ലേറ്റുകൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ടിംഗ് പ്രഷർ നമ്മൾ കൊടുക്കുന്നത് 0.8 ഇട്ടിട്ട് 1.4 മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പ്രശ്നം വരും. കാരണം എന്താ? കട്ടിംഗ് പ്രഷർ, ഓക്സിജന്റെ കട്ടിംഗ് പ്രഷർ കൂടുതലാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ ഭാഗമൊക്കെ ഓക്സിഡൈസ്ഡ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ എന്താണ്, ഒരു 5 mm തിക്നെസ് ഉള്ള പ്ലേറ്റിന് 1.2 കട്ടിംഗ് നോസിൽ എടുത്താലും പ്രശ്നമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറയുന്ന പ്രഷർ മാർക്കുകളോ അണ്ടർ കട്ടോ ഗ്രൂവുകളോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സാധ്യതയല്ല, എന്തായാലും അങ്ങനെ ക്രിയേറ്റ് ആവുന്നതാണ്. ഓക്കെ, അടുത്തതാണ് ടിപ്പ് ടു ക്ലോസ് ടു ദ സ്റ്റീൽ. സ്റ്റീലിന് വളരെ അടുത്തേക്ക് ടിപ്പ് വരിക. ഈ കാണുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പോർഷന്റെ അടുത്തേക്ക് നമ്മൾ ടിപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവിക്കും, യെസ്, അപ്പോ എന്ത് സംഭവിക്കും? കൂടുതൽ ഒരു ഡ്രാഗ് ചെയ്യുന്ന രീതിയിലുള്ള ലൈൻസുകൾ അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡീപ്പായിട്ടുള്ള ഡ്രാഗ് ലൈൻസ്, ഗ്രൂവുകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെറിയ ചെറിയ അണ്ടർ കട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് അടുപ്പിച്ച് വളരെ അടുത്ത് വരണ കാരണം തന്നെ ഇതിന്റെ കട്ടിങ് ആക്ഷൻ സ്റ്റേബിൾ ആയിരിക്കില്ല, അൺസ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ തൊട്ടടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഓക്സിജൻ ഫ്ലെയിം കൃത്യമായിട്ട് പോകാൻ പറ്റില്ല, ചിലപ്പോൾ സ്ലാഗ് ഒക്കെ അങ്ങോട്ടേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർലാപ്പിങ്ങിന്റെ ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള അളവ് തന്നെ പിടിക്കണം ഇപ്പോഴും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 2 to 3 mm ഗ്യാപ്പ് ബിറ്റ്വീൻ എന്താണ് ഇന്നർ കോൺ ആൻഡ് 5 to 6 mm ഫ്രം ദ ടിപ്പ് ഓഫ് ദ സർഫസ്, ടിപ്പ് ടു സർഫസ്. ആ ഒരു ഗ്യാപ്പിനേക്കാളും കൂടുതൽ അടുപ്പിച്ച് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതൊക്കെയാണ്. ഓക്കെ, അടുത്താണ് ടു മച്ച് കട്ടിങ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ അണ്ടർ കട്ട് സംഭവിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ആ ഒരു പോർഷനാണ് അങ്ങനെ ഗ്രൂവുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്സിജൻ കൂടുതൽ അതിലേക്ക് വരുമ്പോൾ കൂടുതൽ ഓക്സിഡേഷൻ സംഭവിക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ അണ്ടർ കട്ട് സംഭവിക്കാം, ഗ്രൂവുകൾ സംഭവിക്കാം, അതുപോലെ തന്നെ ഡ്രാഗ് ലൈൻസ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓക്സിജന്റെ പ്രഷർ നമ്മൾ കൃത്യമായിട്ട് വെച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ടു മച്ച് പ്രീ ഹീറ്റിംഗ്. നമ്മള് പ്രീ ഹീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് ഫുള്ളായിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അത് രണ്ട് സെക്ഷനായിട്ട് ഇരിക്കും. ഒരു സെക്ഷൻ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ പതുക്കനെ എന്താണ്, അതൊരു മെൽറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരും. അത് കഴിഞ്ഞിട്ട് അതൊരു ടാപ്പർ ആയിട്ടുള്ള ഫേസ്, അതായത് ചെറുതായിട്ട് സ്ട്രെയിറ്റ് അല്ലാതെ ടാപ്പർ ആയിട്ടുള്ള, കണ്ടില്ലേ ഇതിന്റെ ഒരു ഫേസ് കണ്ടില്ലേ? ഈ ഒരു സെക്ഷൻ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ റൗണ്ട് ഓഫ് സംഭവിച്ചിട്ടുണ്ട്, മെൽറ്റഡ് ആയിട്ടുണ്ട്. ആ മെൽറ്റഡ് ആയിട്ടുള്ള പോർഷൻ എന്ത് സംഭവിക്കും? പതുക്കനെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് എന്ത് സംഭവിക്കും? ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നിൽക്കും, ഈ ഭാഗത്തൊക്കെ ഈ സ്ലാഗുകൾ നിൽക്കും. മാത്രമല്ല ഇതിന്റെ ഫേസ് സ്ട്രെയിറ്റ് ആയിരിക്കില്ല. നേരത്തെ ഇമേജ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിന്റെ ഫേസ് ഒക്കെ ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഈ ചെറിയ സെക്ഷനിൽ മാത്രമാണ് പ്രശ്നം വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ലൈൻ നോക്കി നോക്കി, യെസ്, ഇത് ഇങ്ങോട്ട് ഉരുക്കി ഒഴുകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബെഡ് പോലെ ഒരു എക്സസീവ് സ്ലാഗ് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ടാപ്പർ ആയിട്ടുള്ള രീതിയിൽ ഫേസ് വന്നു. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫേസ് അല്ല വന്നിട്ടുള്ളത്, ടാപ്പർ ആയിട്ടുള്ള രീതിയിൽ ഫേസ് വന്നു. അപ്പൊ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചറിന്റെ ഏകദേശം 900 ഡിഗ്രി വരെ, 875 ഡിഗ്രി വരെ നമ്മൾ ചൂടാക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ബീവൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരുന്നൊരു ഇതാണ് പുവർ ക്വാളിറ്റി ബീവൽ കട്ട് എന്ന് പറയുന്നത്. ഗൗജിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഇതൊക്കെ വളരെ ഈസിയാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും, കട്ടങ്ങട് സ്പീഡിൽ അങ്ങോട്ട് അടിക്കും. പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും കട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര, ഇത് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, കട്ടിങ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, കട്ടങ്ങട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആഹ്ലാദമൊക്കെ ഉണ്ടാവും മനസ്സിന്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കുറച്ച് സ്പീഡ് പതുക്കനെ കൂട്ടി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കഴിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വരും. അപ്പോ അതിന്റെ ഫലമായിട്ട് അതിന്റെ എഡ്ജ് ചെറുതായിട്ട് ബിവലാവാൻ 45 ഡിഗ്രിയിലേക്ക്, അതായത് 90 ഡിഗ്രിന് പകരം 45 ഡിഗ്രിയിലേക്ക് ചെരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള ഒരു കാരണം കൂടി, വേറൊരു കാരണമാണ് എന്താണ്, നമ്മൾ പ്രീ ഹീറ്റ് ഫ്ലെയിം ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള, കൃത്യമല്ലാത്ത രീതിയിൽ പ്രീ ഹീറ്റ് ഫ്ലെയിം കൊടുക്കുന്നതും എന്തിനു ഇങ്ങനെ സംഭവിക്കാറുണ്ട്. റൗണ്ട് ടോപ്പ് എഡ്ജ് കോസ്ഡ് ബൈ
ടോപ്പ് എഡ്ജ് കോസ്ഡ് ബൈ ടു മച്ച് പ്രീ ഹീറ്റിംഗ് ഇൻഡിക്കേറ്റ് എക്സസീവ് ഗ്യാസ് കൺസംഷൻ. നമുക്ക് നഷ്ടം കൂടിയാണ് കേട്ടോ അത്. ഇനി സ്ലൈറ്റ്ലി ടു ഫാസ്റ്റ് കട്ടിങ് സ്പീഡ്. ഇപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇതിലെന്ത് ഡിഫക്റ്റ് ആണ് ഉള്ളത് എന്ന് നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ലൈൻസ് ബാക്ക്വേർഡ് ആണ്, ബാക്ക്വേർഡ് ഇൻക്ലിനേഷൻ ആണ് ഉള്ളത്, സ്ട്രെയിറ്റ് ആയിട്ടല്ല, ബാക്ക്വേർഡ് ഇൻക്ലിനേഷൻ ആണ്. നോക്കി കണ്ടില്ലേ ഇതിന്റെ ഇൻക്ലിനേഷൻ നോക്കിയേ, ഇങ്ങടാണ്, റിവേഴ്സ് ആയിട്ടാണ്, ഈ സൈഡിലേക്കാണ്, ബാക്ക്വേർഡിലേക്കാണ് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക അതിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോ അത് കാണുമ്പോൾ നമുക്കത് നല്ലൊരു രീതിയിൽ തോന്നും, പക്ഷെ അതും ഒരു എന്താണ് ഡിഫക്റ്റ് ആണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഫാസ്റ്റ് കട്ടിങ് ആണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിക്കാന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര സ്പീഡിൽ ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അതൊരു കാരണമാണ്. പക്ഷെ ഇത് നമുക്ക് ഏകദേശമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാറ്റിസ്ഫാക്ടറി എന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ വർക്കുകൾക്ക് നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഒരു കട്ടിങ് ഫേസ് അത്യാവശ്യം സ്മൂത്ത് ആയിരിക്കും, സ്ലാഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് കാരണമാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റീനെ സാറ്റിസ്ഫാക്ടറി എന്നുള്ള രീതിയിൽ ചെറിയ പ്രൊഡക്ഷൻ വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ കട്ടിങ് ചെയ്യുന്നത് കുറച്ച് സ്ലോയിലാണെങ്കിൽ, വളരെ സ്ലോയിലല്ല ഉദ്ദേശിച്ചത്, കുറച്ച് സ്ലോയിലാണെങ്കിൽ ദിസ് കട്ട് ഓഫ് ഹൈ ക്വാളിറ്റി ത്രൂ ദർ ഈസ് സം സർഫസ് റഫ്നെസ് കോസ്ഡ് ബൈ വെർട്ടിക്കൽ ഡ്രാഗ് ലൈൻ. കണ്ടില്ലേ, ചെറിയൊരു സർഫസ് റഫ്നെസ് ഉണ്ടായിരിക്കും. ഇതും ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അനുവദനീയമായിട്ട് പറയാറുണ്ട്. ഓക്കെ, ഇതാണ് എന്താണ് ഏകദേശം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കട്ടിങ്ങിന് നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും ആ കട്ട് ചെയ്തിട്ടുള്ള കർഫിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുക. ഇതിനെയാണ് നമ്മൾ ഗുഡ് കട്ട് എന്ന് പറയുന്നത്. ഈ ഗുഡ് കട്ടും ഇതും തമ്മിൽ നമുക്ക് ചെറിയ എന്താണ് ഇത് വരാൻ ചാൻസ് ഉണ്ട്, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സ്ലൈറ്റ്ലി ടു ഫാസ്റ്റ് ആണ്, മറ്റേത് ഇത് എന്താണ് ഗുഡ് കട്ട് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അതിന്റെ എഡ്ജസ് സ്ക്വയർ ആയിരിക്കും, ലൈൻസ് ഓഫ് കട്ട് വെർട്ടിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്.